കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ട്രെയിൻ യാത്രയാണ് എൻ്റെ സ്വപ്ന പദ്ധതി. അതിനുവേണ്ടി ആദ്യം കന്യാകുമാരി വരെ പോവുകയാണ് ഞാൻ. ഇന്നത്തെ വീഡിയോയിൽ കാസർഗോഡ് നിന്നും കോഴിക്കോട് വരെയുള്ള കാഴ്ചകളാണ്. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഏർനാട് എക്സ്പ്രസ്സിലാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സൈഡ് ലോവർ സീറ്റാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ട്രിവാൻഡ്രം പോയി കന്യാകുമാരിയിൽ നിന്നും വീണ്ടും ഇതേ വഴി തന്നെ റിട്ടേൺ അടിച്ച് വരണ്ടേ? അങ്ങനെയല്ല എൻ്റെ റൂട്ട് മാപ്പ്. കന്യാകുമാരിയിൽ നിന്നും നേരെ കിഴക്കൻ ഭാഗത്തേക്ക് പോകും. അവിടുന്ന് തിരുനെൽവേലി, തൂത്തുക്കുടി, പിന്നെ മധുര, ഈ റോഡൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തു കൂടിയാണ് ഞാൻ പോകുന്നത്. इडली वड़ा ब्रेड ऑमलेट, इडली वड़ा ब्रेड ऑमलेट, इडली वड़ा ब्रेड ऑमलेट, इडली वड़ा ब्रेड ऑमलेट, इडली वड़ा। അങ്ങനെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ കലനാട്, കോട്ടിക്കുളം, ബേക്കൽ ഫോർട്ട് സ്റ്റേഷനൊക്കെ കഴിഞ്ഞു പോയിരുന്നു. കാസർഗോഡ് നിന്നുള്ള ടിക്കറ്റ് ചാർജാണ് ഞാൻ കൊടുത്തതെങ്കിലും എൻ്റെ ബോർഡിംഗ് സ്റ്റേഷൻ കാഞ്ഞങ്ങാടായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു കൊടുത്തത്. പിന്നീട് ഞാൻ തീരുമാനം മാറ്റി കാസർഗോഡ് നിന്ന് തന്നെ കയറി. കാഞ്ഞങ്ങാടിനും കണ്ണൂരിനും ഇടയിൽ നീലേശ്വരം, ചെറുവത്തൂർ, പയ്യന്നൂർ, പഴയങ്ങാടി, വളപട്ടണം എന്നീ സ്റ്റോപ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാലക്കാട് വഴി തമിഴ്നാട്ടിലൂടെയും പിന്നെ വടക്കോട്ട് സഞ്ചരിച്ച മംഗലാപുരം, ഹാസൻ വഴി ബാംഗ്ലൂരിലെത്തുന്ന 2 ട്രെയിനാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നത്.
പഠിച്ചെടുത്ത് കോഴിക്കോട് എത്തുന്നതുവരെ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേയുടെ തിരക്ക് പിടിച്ച ആ വൈബ് എനിക്ക് നന്നായി അനുഭവിച്ചറിഞ്ഞത്. ബിരിയാണി മീൻ കറിച്ചോറ് ബിരിയാണി ബിരിയാണി ചോറ് ബിരിയാണി 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 എൻ്റെ ഓൾ ഇന്ത്യ യാത്രയുടെ വിശേഷങ്ങൾ പല എപ്പിസോഡുകളിലായിട്ടാണ് ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. കൂടാതെ ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യണം. ഇന്ത്യയിലെ അധികം സ്റ്റേഷനുകളും ടൗണിൽ നിന്ന് കുറച്ച് ദൂരത്തായിരിക്കും ഉള്ളത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ കുറച്ച് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ബസ്സോ ടാക്സിയോ പിടിക്കേണ്ടി വരും. കോഴിക്കോട് പോലത്തെ സ്റ്റേഷനുകളാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ ടൗണിൻ്റെ പ്രധാന തെരുവുകളിലേക്ക് തന്നെ എത്തിപ്പെടുന്നതാണ്. ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും കെട്ടിടങ്ങൾ പൊളിക്കുകയും പുതിയതായി പണി കഴിപ്പിക്കുകയും ചെയ്യുന്നു. റെയിൽവേ യാത്രക്കാർക്കായി മാത്രം സ്റ്റേഷനിൽ തന്നെ റിട്ടയറിംഗ് റൂം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പണി നടക്കുന്നത് കാരണം ഓൺലൈനിൽ അത് ബുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. കോഴിക്കോട് നിന്നും ഈ ട്രെയിൻ വിടാൻ ടൈമായിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് ശേഷമുള്ള കാഴ്ചകൾ കാണിക്കുന്നതാണ്. കോഴിക്കോട്